ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മുട്ടക്കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. ചപ്പാത്തി പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിരവിയ തേങ്ങയാണ്, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. തേങ്ങ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കണം. നല്ല ക്രിസ്പിയായി ഗോൾഡൻ കളർ വരുന്നത് വരെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത്. കറിവേപ്പില കൂടി തേങ്ങയുടെ കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. നല്ലപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. ഹോളായിട്ടുള്ള പെരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. പൊടി ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലോണം ക്രിസ്പിയായി വരുന്ന സമയത്ത് വേണം മാറ്റി വയ്ക്കാൻ. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. സവാള നല്ലപോലെ വഴണ്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും അത് നന്നായി റെഡി ആയിട്ടുണ്ടാവും. സവാള നല്ലപോലെ വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ. ഇനി നല്ലോണം അതിൻ്റെയും പച്ചമണം മാറി വരണം. നല്ലപോലെ മാറി വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാത്തിൻ്റെയും പച്ചമണം മാറി നല്ലോണം വഴണ്ട് വരണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം വഴണ്ട് നന്നായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടികൾ ചേർക്കുന്ന സമയത്തും തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. നല്ലോണം പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വറുത്തെടുക്കുക. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാത്തിൻ്റെയും പച്ചമണം മാറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല കുറുകിയ ഒരു ചാറായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ ഇത് നല്ലോണം തിളച്ച് വരും. നല്ലോണം തിളച്ച് കുറച്ചൊന്ന് ചാറ് കുറുകി വരുന്ന സമയത്ത് കറിവേപ്പിലയും അതുപോലെ മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കണമെങ്കിൽ അരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായി പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം അത് മുന്തി നിന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അതിലേക്ക് 3 മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഇടാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൂടി വളരെ ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടാവുന്നതാണ്. ഞാനിവിടെ അത് ഇട്ടിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ റെഡിയാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും. താങ്ക്